ജോലി സമ്മർദ്ദം മൂലം BLO പുഴയിൽ ചാടി മരിച്ചു. കാസർഗോഡാണ് സംഭവം. കാസർഗോഡ് മോഗ്രാൽ പുത്തൂർ സ്വദേശി സവാദ് എന്ന 32 വയസ്സുകാരനാണ് പുഴയിൽ ചാടിയത്. അദ്ദേഹം ആ മോഗ്രാൽ പുഴയുടെ അവിടുത്തെ പാലത്തിൻ്റെ അവിടെ അദ്ദേഹത്തിൻ്റെ ബൈക്കിരിക്കുന്ന കണ്ടു. അദ്ദേഹത്തിനെ വെള്ളത്തിൽ ചാടിയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ആ പുഴയിൽ അദ്ദേഹത്തിനെ തപ്പി അദ്ദേഹത്തിനെ കണ്ടെത്തി അദ്ദേഹത്തിനെ പുറത്തെടുത്ത് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം മരണമടഞ്ഞു എന്നാണ് പറയുന്നത്. ജോലി സമ്മർദ്ദം മൂലമാണ് ജീവിതം അവസാനിപ്പിച്ചത് എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇയാൾ BLO ആയിരുന്നു. അതിനൊത്തിരി മാനസിക സംഘർഷമുണ്ടായിരുന്നു. അതുകൂടാതെ സവാദ് അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ടീച്ചറാണ്. അദ്ദേഹം അറബി ടീച്ചറാണെന്നാണ് മനസ്സിലാകുന്നത്. ഈ ജോലി തിരക്കിനിടയിലും ഈ BLOയുടെ പണിക്കിടയിലും അദ്ദേഹം അതിനടുത്ത് ഒരു വീട് വെക്കുന്നുണ്ട്, പുതിയ വീട്. ആ പണിസ്ഥലത്ത് പുള്ളിയുടെ സാന്നിധ്യം ആവശ്യമാണ്. ആ ജോലി കഴിഞ്ഞ ഉടനെ പണിസ്ഥലത്തേക്ക് പോകും. അതിൻ്റെ ഇടയ്ക്ക് BLOയുടെ വർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ പൊതുവെ മാനസിക സംഘർഷത്തിലാണ് സവാദ് എന്ന് നമുക്ക് മനസ്സിലാവും. വീട്ടുകാരും അത് തന്നെ പറയുന്നത്. ജോലി ഭാരം കൊണ്ട് BLOയുടെ പണിയിൽ വലിയ സമ്മർദ്ദം ഉണ്ടായി എന്നാണ് പറയുന്നത്. ടൈം ബൗണ്ടായിട്ട് അത് തീർക്കണമെന്ന് മുകളിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായി. അത് വീട്ടിൽ വന്ന് മാതാപിതാക്കളെടുത്തും മറ്റവരൊക്കെ പറയുമായിരുന്നു. ആ ഒരു സമ്മർദ്ദത്താൽ അത് അതിജീവിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ജീവൻ വെടിഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. നേരെ വീട്ടിൽ നിന്ന് പണിസ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്ത് ഇറങ്ങി. അതിനുശേഷം മോഗ്രാൽ പുഴയിൽ അവിടുത്തെ ബ്രിഡ്ജിൻ്റെ അവിടെ ബൈക്കിരിക്കുന്ന കണ്ടു. എന്തോ വീട്ടുകാർക്ക് എന്തോ ഇദ്ദേഹത്തിൻ്റെ മാനസിക സമ്മർദ്ദത്തെപ്പറ്റി സംശയം ഉണ്ടായിരിക്കാം. അവർ പിന്നാലെ പോയിട്ടുണ്ടാവും. അവിടെ പാലത്തിൻ്റെ അവിടെ ബൈക്കിരിക്കുന്ന കണ്ടപ്പം പുഴയിൽ ചാടിയിട്ടുണ്ടാവും എന്ന് കരുതി പുഴയിൽ അവർ തപ്പി. അങ്ങനെയാണ് ആ ബോഡി എടുക്കുന്നത്. അപ്പോൾ ജീവൻ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോയി നോക്കിക്കഴിഞ്ഞപ്പം ബ്രോഡ് ഡെഡ് എന്ന് തന്നെയാണ്. ഏതായാലും ഇദ്ദേഹത്തിന് മരണകാരണം എന്താണ് എന്ന് വീട്ടുകാർ പറയുന്നത് ജോലി സമ്മർദ്ദം, ജോലി ഭാരം, സാമ്പത്തിക പ്രശ്നമുണ്ടോ എന്നറിയില്ല. ഒരു നോട്ട് എഴുതി വച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് മരണകാരണം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമില്ല. മാനസിക സംഘർഷം ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല. ജോലിയുടെ ഭാരമുണ്ടെന്നും പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായ കാരണത്താലാണ് താൻ ജീവൻ വെടിയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? പക്ഷേ അതിനകത്ത് BLOയുടെ ജോലി സമ്മർദ്ദത്തിൻ്റെ കാര്യം പറയുന്നില്ല. വളരെയധികം ചർച്ചാ വിഷയമായി കാസർഗോഡ് ഏരിയയിൽ. കാരണം ചെറുപ്പക്കാരനാണ്, 32 വയസ്സേ ഉള്ളൂ. അവിടുത്തെ ടീച്ചറാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലെ അറബിക്ക് അധ്യാപകനാണ്. എല്ലാവരോടും നല്ല പെരുമാറ്റം ഉള്ള വ്യക്തിയാണ്. വളരെ മാന്യനാണ് എല്ലാവർക്കും. അദ്ദേഹത്തിന് ഈ രീതിയിലൊരു മാനസിക സംഘർഷം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് പിടിയുന്നിട്ടില്ല. BLOയുടെ വർക്ക് സമയത്ത് വലിയ സമ്മർദ്ദം മേലധികാരിയിൽ നിന്നുണ്ടായി. അങ്ങനെയാണെന്ന് വീട്ടുകാർ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ആ വിവരം ആ മരണക്കുറിപ്പിനകത്ത് എഴുതി വെക്കണമായിരുന്നു. അതിനകത്ത് എഴുതിയിട്ടില്ല എന്നാണ് വരുന്ന വാർത്തകൾ. ഇതിന് മരണം ഒരു കാര്യത്തിനും പരിഹാരമാർഗമല്ല നമുക്കറിയാം. ആ രീതിയിൽ എന്തെങ്കിലും ഒരു ടെൻഡൻസി ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1056 വിളിക്കണം എന്ന് കൂടെ TV-യിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 1056 എന്നുള്ള നമ്പർ നിങ്ങൾ വിട്ടുപോകരുത്. അങ്ങനെ മാനസിക സംഘർഷം എന്തെങ്കിലും വന്നാൽ അതിൽ വിളിക്കുക. എന്തായാലും മറ്റൊരാളുടെ സഹായം നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ 0471 255 2056 എന്ന നമ്പറിലും വിളിച്ചാലും മതി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകളുള്ളവരും അക്യൂട്ടായിട്ടുള്ള മാനസിക സംഘർഷമുള്ളവരുമൊക്കെ ദയവായി ഈ നമ്പറിൽ വിളിക്കുക. വിളിച്ചിട്ട് കഴിയുമ്പം അത് ചില പരിഹാര മാർഗങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു ചിന്തയിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധിക്കും. അതുകൊണ്ട് 1056 മനസ്സിൽ കുറിച്ച് വെച്ചോണം. നമുക്കറിയാം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലീസ് വിളിക്കേണ്ട നമ്പർ 100 നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഫയർഫോഴ്സിന് 101 പഠിച്ചു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഠിച്ചു വെക്കേണ്ടതാണ് 1056 എന്നുള്ള നമ്പർ. എന്തായാലും സവാദിൻ്റെ ഈ മരണം വളരെയധികം ചർച്ചാ വിഷയമായി കാസർഗോഡ് ജില്ലയിലൊക്കെ. കാരണം നല്ലൊരു ചെറുപ്പക്കാരനും ഭാവിയുള്ള ചെറുപ്പക്കാരനും കുടുംബത്തിന് നല്ല കുടുംബാന്തരീക്ഷത്തിൽ വളർന്ന ആളും
അതുപോലെ കുടുംബത്തിനോട് വലിയ ഉത്തരവാദിത്തമുള്ള ആളും, അത് സ്വന്തമായി 32-ാമത്തെ വയസ്സ് ഒരു വീട് പണിയാനുള്ള ശ്രമത്തിലുമാണ്. അധ്യാപകനാണ്, ഹയർ സെക്കൻഡറി സ്കൂളാണ്. പക്ഷേ ജീവിതം അവസാനിപ്പിച്ചതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ആ മരണക്കുറിപ്പിൽ എഴുതിയിട്ടുമില്ല എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. എന്തായാലും ആ വീട്ടുകാർക്കും ആ സ്കൂൾ അധികൃതർക്കുമൊക്കെ നല്ലൊരു ആളെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു.